ഹലോ ഗൈസ്, അങ്ങനെ ഒരു ഗുഡ് ഫ്രൈഡേ ആയിക്കൊണ്ട് നിങ്ങളൊക്കെ പള്ളിയിൽ പോയെന്ന് വിചാരിക്കുന്നല്ലോ. ഞാനും ആക്ച്വലി പള്ളിയിൽ പോയായിരുന്നു. പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു വന്നു. നമ്മൾ ഭർത്തമാക്കാർക്ക് ആക്ച്വലി കുർബാന രാവിലെ ഒരു 8:30 ടു ഒരു 2 o'clock വരെ ഉണ്ടാവും. പക്ഷേ ഞാൻ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ഞാൻ റീസൺ എന്താണെന്ന് ലാസ്റ്റ് പറയാം. ഞാൻ ഈ കാണിക്കുന്ന ബ്യൂട്ടി പ്രോഡക്ട്സ് ഒക്കെ ആക്ച്വലി ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടല്ല, ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആക്ച്വലി ഞാൻ എവിടെ പോയാലും ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ ഐലൈനർ, കാജൽ, ഐബ്രോ ജസ്റ്റ് ഫില്ല് ചെയ്യും. പിന്നെ ഒരു ലിപ് പ്രൊട്ടക്ഷൻ എന്ന പേരിൽ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഒരു ലിപ് ബാമോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യും. അത് മാത്രമേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ്. മേക്കപ്പ് ഉപയോഗിക്കുന്നവരെ ഞാൻ യാതൊരു വിധത്തിലുള്ള ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്തു. എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല ഞാൻ വാങ്ങിക്കാത്തത്, എനിക്ക് വേണ്ട, എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വാങ്ങിക്കാത്തത് കേട്ടോ. ഓണം, വിഷു, ക്രിസ്മസ് അങ്ങനെ സകലമാന കാര്യങ്ങൾക്കും എനിക്ക് മേക്കപ്പ് എന്ന് പറയാനുള്ളത് ഈ പ്രോഡക്ട്സ് മാത്രമാണ്. അതായത് ബ്രാൻഡ് ചിലപ്പോൾ മാറിയെന്ന് പറഞ്ഞാലും സാധനങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും. ഏതാണ്ട് ഒരു മിനിമം ഒരു 2 വർഷത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ഒരു മലയാളം മർത്തോമ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ തന്നെ പള്ളിയിൽ പോകുന്നത്. കാരണം നമ്മുടെ മലയാളികൾക്ക് പൊതുവേ ജഡ്ജ്മെൻ്റലായിട്ടുള്ള ഒരുപാട് വൃത്തികെട്ട സ്വഭാവമുണ്ട്. അതായത് നമ്മളെ കാണുമ്പം എന്നാ വന്നത്, എന്നാണ് പോകുന്നത്, ഇപ്പോൾ ജോലിയുണ്ടോ, ജോലി ഇല്ലയോ, എന്നാ കല്യാണം, കുട്ടികളായോ, കുട്ടികളായി എത്ര കുട്ടികളായി, നമ്മുടെ ദുൽഖർ പറയുന്ന പോലെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സിൽ തലേ തുണി ഇട്ടില്ലെങ്കിൽ ഡ്രസ്സിന് ഇറക്കം കൂടിയാലും ഇറക്കം കുറഞ്ഞാൽ, അതൊരു പള്ളിയിൽ മാത്രമല്ല അമ്പലത്തിൽ പോയാലും ഈ 4 ആൾ കൂടുന്നിടത്ത് മലയാളികൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ പറയും. പിന്നെ എനിക്ക് ഇവരോടെല്ലാം ഇതിൻ്റെ ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി പള്ളി പോകാത്തത്. അങ്ങനെ കമ്മലൊക്കെ ഇട്ട് സുന്ദരിയായി റെഡിയായിട്ട് ഞാൻ ദാ പള്ളിയിലേക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾ എന്നെ കണ്ടിട്ട് പറയണം എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ഇതാണ് ആക്ച്വലി എൻ്റെ ഫൈനൽ ലുക്ക്. മേക്കപ്പ് ഇടാത്ത എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരണം. എല്ലാ പള്ളിക്കും കാണും ഇതുപോലൊരു കയറ്റം. അങ്ങനെ ഞാനും ഡാഡിയും കൂടെ പള്ളിയിലൊക്കെ പോയി. ഈ കാണുന്ന പള്ളിയാണ് ആക്ച്വലി ഞാൻ വളരെ വർഷങ്ങൾക്ക് ശേഷം പോകുന്ന പള്ളി. ഞാൻ ചെന്നപ്പോഴത്തേക്ക് കുർബാന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വെച്ചാണ് ഗായ്സ് ചെന്തെല്ലാം ഇറങ്ങി വിടുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കപ്പയും കഞ്ഞിയും കിട്ടാതെ വന്നത്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോൾ എല്ലാം അങ്ങ് സെറ്റായി. അപ്പം ബൈ.